നമസ്കാരം. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ വെച്ച് വളരെയധികം വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മലയാളി എന്ന മേൽവിലാസം എന്നും ഒരു മുതൽക്കൂട്ടായി കൊണ്ട് നടക്കുന്നവർ. ഒരു മഹത്തായ പാരമ്പര്യം, സാംസ്കാരിക പൈതൃകവും വേണ്ടുവോളമുള്ള നാട്. മലയാളിയുടെ ചിന്തയും സംസാരവും നടത്തവുമെല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ ഇന്ന് മലയാളി ഒരുപാട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വായിച്ചത് ഫ്രഞ്ച് പുസ്തകം, കണ്ടത് ഇറ്റാലിയൻ സിനിമ, കഴിച്ചത് ആന്ധ്ര റൈസ്, മുറിവുണക്കിയത് ഇംഗ്ലീഷ് ലേഖനം, സംശയം മുതിച്ചത് സംസ്കൃത വ്യാകരണത്തിൽ, ഉറങ്ങുമ്പോൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ മാത്രം മലയാളത്തിൽ. PN ഗോപികൃഷ്ണന്റെ മലയാളത്തിലൂടെ എന്ന കവിതയിലെ ഏതാനും വരികളാണിത്. നാടോടുമ്പോൾ നടുവേ ഓടിയാൽ പോരാ, ഒരു മുഴമെങ്കിലും മുന്നേ ഓടണമെന്ന് വിശ്വസിച്ച് തന്നെയും തനിക്കുള്ളതെല്ലാം വിട്ട് ഓടിത്തളർന്ന് കിതച്ചു നിൽക്കുന്ന മലയാളി. കാലത്തിന് മുൻപേ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ച് കാലത്തിന്റെ പൊക്കം കൊണ്ട് അന്തം വിട്ടു നിൽക്കുന്നു. മലയാളം മറക്കുന്ന മലയാളി എന്ന് പറഞ്ഞ പെച്ചമ്മ മറക്കുന്ന മക്കളാണെന്ന് അർത്ഥം. 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് ഒരു മലയാളം, ഒരു മലയാളിക്ക് മലയാളം ഇല്ലെന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ പോലെ മലയാളിക്ക് ഇന്ന് മലയാളമില്ല. മലയാളവും ഇംഗ്ലീഷും കൂട്ടിക്കലർന്ന മംഗ്ലീഷും, ഉച്ചാരണ ശുദ്ധിയില്ലായ്മയും, ഇംഗ്ലീഷിനോടുള്ള അമിത ആസക്തിയും, ശാസ്ത്ര സാങ്കേതിക പദങ്ങളുടെ അവ്യക്തതയും തുടങ്ങി നിരവധി കാരണങ്ങൾ മലയാള ഭാഷയുടെ നിലനിർപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ 56 അക്ഷരമല്ല, 51 അക്ഷരമല്ല എന്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല, അമ്മ എന്നൊരൊറ്റ അക്ഷരമാണ്, മണ്ണെന്നൊരൊറ്റ അക്ഷരമാണ് എന്റെ മലയാളം. അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷ നമ്മുടെ അമ്മയും മണ്ണാണെന്നുള്ള ചിന്ത നമ്മൾ ഓരോ മലയാളിക്കും വേണം. മാറുന്ന ജീവിത രീതിയും സാഹചര്യവും മലയാളത്തെ മറക്കുവാനും അവഗണിക്കുവാനും ഇടയാക്കി. ഒരു 50 വർഷം മുമ്പുള്ള മലയാളിയല്ല ഇന്നത്തെ മലയാളി, അന്നത്തെ മലയാളമല്ല ഇന്നത്തെ മലയാളം. ഭാഷയിൽ, സംസ്കാരത്തിൽ, ഭക്ഷണ രീതിയിൽ, സാമൂഹിക സമീപനങ്ങളിൽ, രാഷ്ട്രീയ മേഖലകളിൽ തുടങ്ങി നിരവധി മേഖലകളിൽ മലയാളി മാറി. ജീവിതശൈലി രോഗങ്ങൾ മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി. ഒരു കുട്ടി അവൻ ജനിച്ചു വളർന്ന പരിസ്ഥിതിയെ തന്റെ ഭാഷയിൽ തന്നെ മനസ്സിലാക്കിയേ മതിയാവൂ. നമ്മുടെ മുറ്റത്ത് വളരുന്ന മുല്ലയും ചക്കമുല്ലയും അരിമുല്ലയും എല്ലാം വകതിരിച്ച് മനസ്സിലാക്കുവാനും ആ പ്രത്യേക ഗന്ധത്തിലൂടെ അവ തിരിച്ചറിയാനും ആ പ്രത്യേക പേരിൽ തന്നെ അവ അറിയണം. അവയ്ക്കെല്ലാം കൂടി ജാസ്മിൻ എന്ന ഒരൊറ്റ പേര് പോരാ. സ്വന്തം മക്കൾ മലയാളം പറയുന്നത് കുറിച്ചിലാണെന്ന് കരുതുന്ന മാതാപിതാക്കൾ അവരെ സർക്കാർ വിദ്യാലയങ്ങളിൽ ചേർത്താൻ മടി കാണിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ സമൂലമായ മാറ്റം വന്നാലേ മാതൃഭാഷയ്ക്ക് മാന്യമായ സ്ഥാനം ലഭിക്കുകയുള്ളൂ. മേഘ സന്ദേശങ്ങളും പത്രതാളുകളും വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയ്ക്ക് മുമ്പിൽ വഴിമാറുമ്പോൾ അയൽവാസി ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് മലയാളി മാറിക്കഴിഞ്ഞു. എന്നാൽ മലയാളം നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ സംസ്കാരമാണ്, ആത്മാവിന്റെ അനുഭവത്തിന്റെ ഭാഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മലയാളം ഇനിയും തിരിച്ചു വരും. തീർച്ചയായും നാറാണത്ത് ഭ്രാന്തന്റെ വരികൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. നിസ്വാർത്ഥ സിംഹാസനത്തെ കടലെടുക്കും, അതിൽ നിന്ന് പുതിയൊരു തലമുറ ഉയർത്തെഴുന്നേക്കും. ആ പുതിയ തലമുറയെ മലയാളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ ലോകത്തിന് മുൻപിൽ മലയാളം തലയുയർത്തി നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്റെ ഭാഷ മലയാളമാണ്, എന്റെ നാവിൽ ഉറുന്നത് ഹൃദയത്തിൽ നിറങ്ങിയാവണമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യണം. പുലരുക മലയാളമേ, വളരുക മലയാളമേ, നമുക്കിന്ന് നിന്നെ ഞാൻ എന്റെ അമ്മയെ പോൽ. നന്ദി, നമസ്കാരം.